എന്തായാലും പറഞ്ഞേ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് വൈകുന്നേരം മുതലുള്ള വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, തിങ്കളാഴ്ച വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പുറത്താണ് ഇരുന്നത്, പുറത്ത് ചായ കൂടിയൊക്കെ കഴിയാൻ അപ്പോൾ എന്താ പരിപാടി എന്നറിയോ? ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിളക്കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6:30-7 മണിയാവാൻ നേരത്താണ് ചായ ഉണ്ടാക്കി കുടിക്കിയിരുന്നു കേട്ടോ. കട്ടൻ ചായയൊക്കെ ഇട്ട് പോപ്കോണൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇന്ന് ഞാൻ നമ്മുടെ അടുക്കളേൻ്റെ ഭാഗത്തുള്ള അവിടെ ഇട്ടിരിക്കണത് ബാൽക്കണിയില്ല, അവിടെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെറിയ ടേബിളും കൂടെ വാങ്ങിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹാളിലുള്ളത് ഇങ്ങോട്ട് വയ്ക്കുമുണ്ടല്ലോ അങ്ങനെ. പിന്നെ അപ്പോൾ ചാവടി കഴിഞ്ഞിട്ട് ചായപാത്രം കൊണ്ടുവച്ചിട്ടില്ല. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ അമ്മ ചെറിയ ചേമ്പും അതുപോലെ കറുവത്തൊക്കെ അല്ലേ, അതും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലത്തേക്ക് ഇന്ന് അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഫ്രിഡ്ജിലേക്കൊക്കെ എടുത്ത് വെച്ചാൽ ഒരു എളുപ്പമാവുമല്ലോ. ഇതൊക്കെ രാവിലെ ഇങ്ങനെ തൊലി കളയാനും അരിയാനും പിടിക്കാനും എന്നാൽ കുറേ സമയം വേണ്ടി വരും കേട്ടോ. ചില ദിവസങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് രാവിലെ എന്താണോ നമ്മൾ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് തലേ ദിവസം ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ. നാളെ ഇന്നതാണ് ചായക്ക് കടി, അല്ലെങ്കിൽ ചോറിന് കറി ഇതാണ്, കുട്ടികൾക്ക് കൊടുത്തു വിടാൻ ഇന്നതൊക്കെ ഉണ്ടാക്കാമെന്ന് എല്ലാ വീട്ടമ്മമാർക്കും തലേ ദിവസം കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കും കേട്ടോ. അപ്പോൾ ഇതാ കറുത്ത അല്ലെങ്കിൽ കപ്പളങ്ങ എന്നൊക്കെ പറയാം, അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞു. ചെറിയ ചേമ്പിൻ്റെ വിത്തും കുറച്ചുണ്ടായിരുന്നു, അതും രാവിലെയൊക്കെ തൊലി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അങ്ങനെയാണ് അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കഴുകണം കേട്ടോ. കഴുകിയിട്ട് ഇത് പോപ്കോൺ കഴിച്ചിട്ടുള്ള ബാക്കിയാണ് കേട്ടോ. നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ്. നല്ല രസമാണ് അവിടെ വന്നിരിക്കാൻ. അത് ഞാൻ അവിടെ പോയിരുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകട്ടെ. കഴുകിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഫ്രിഡ്ജിലേക്ക് തലേദിവസം പച്ചക്കറികൾ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് ആദ്യം കുറച്ച് സമയം ഒരു ഓട്ടപ്പാത്രത്തിൽ ഇട്ട് വയ്ക്കും. എന്നിട്ട് അതിൽ വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ എന്താ പറയുക പാത്രത്തിലേക്ക് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറുവത്തിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണം. അപ്പോൾ അതിന് ഏതായാലും വെള്ളമൊക്കെ ഒന്ന് പോവട്ടെ. അപ്പോൾ അതുവരെ അത് ഓട്ടപ്പാത്രത്തിൽ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഓട്ടപ്പാത്രം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നൊക്കെ അറിയില്ല, ഞാനങ്ങനെ പറയൽ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ അങ്ങനെ പോകുമല്ലോ. ഇനി രാവിലത്തേക്കുള്ള ദോശയ്ക്ക് അരയ്ക്കാനുണ്ട് കേട്ടോ, മാവ് അരച്ചെടുക്കാനുണ്ട്. ഇവിടെ ഒരാളിതാ ചോറുണ്ണാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കിച്ചുമോൾ ചോറ് വിളമ്പാൻ വേണ്ടി വന്നു. അപ്പോൾ കിച്ചുമോൾ ഇപ്പോൾ പുറത്തിരുന്നിട്ടാണ് കേട്ടോ ചോറുണ്ണണത്. ഒരു പ്രത്യേക വൈബാണ് ഇവിടെ ഇരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ. പിന്നെ ഒരാളിതാ ഇവിടെ എന്താ പറയുക എഴുത്താണ്. തത്തയ്ക്ക് അവളൊരു ബുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വേറൊരു ബുക്കിലേക്ക് അവൾ എഴുതുകയാണ്. അപ്പോൾ അവൾക്ക് ചോറുണ്ണാനായിട്ടില്ല. അവളെ പിന്നെ വീഡിയോയിൽ കാണിക്കല്ലേ പറയും അങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ ഇങ്ങനെ പോയി വീഡിയോ എടുത്ത് വന്നിട്ട് വീണ്ടും നമ്മൾ അരിയൊക്കെ ആട്ടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അരിയൊക്കെ ആട്ടിയിട്ട് ഞാൻ കുറേശ്ശേ ഉള്ളൂ ആട്ടിയെടുക്കൽ, ഒരുപാട് അങ്ങോട്ട് ലോഡ് ചെയ്തിട്ട് ആട്ടലില്ല കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ട് ആട്ടിയെടുക്കണേ. അപ്പോൾ അരിയൊക്കെ ആട്ടിക്കഴിഞ്ഞു, മാവൊക്കെ റെഡിയായി. രാവിലെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഇതാ നമ്മുടെ കറുവത്തയും ചെറിയുമ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ അരിഞ്ഞു ഒരു പാത്രത്തിലേക്ക് അടച്ചു വെച്ചു. പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടച്ചു വയ്ക്കുകയാണ്. പിന്നെ രാവിലെ ദോശയ്ക്ക് ഗ്രീൻ പീസാണ് കേട്ടോ കറി ഉണ്ടാക്കണേ. അപ്പോൾ അത് ഗ്രീൻ പീസും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ പണി കഴിഞ്ഞു, അത് രണ്ടോടെ സെറ്റായി. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് രാവിലെ ഇതിക്കൊക്കെ നമുക്ക് തേങ്ങ വേണമല്ലോ. തേങ്ങ ചിരകി വെച്ചത് തീർന്നിട്ടുണ്ട്. തേങ്ങ നമ്മളിങ്ങനെ ചിരകി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഉപകാരമാണ് കേട്ടോ. ഞാനൊരു 1.5 മുറി തേങ്ങ ഉണ്ടായിരുന്നു, അത് മൊത്തം ചിരകി ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതുകൊണ്ട് അടച്ച് വെക്കുകയാണ്. രാവിലത്തേക്കൊക്കെ തേങ്ങ ആവശ്യമുണ്ട്, കറിയിലേക്കും പിന്നെ ഗ്രീൻ പീസിയൊക്കെ തേങ്ങ വേണമല്ലോ. അപ്പോൾ രാവിലെ ആ ഒരു പണി നമുക്ക് എന്താ പറയുക ഈസി ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. സമയം ഒരുപാട് ലാഭമാണല്ലോ. രാവിലെ ഇതൊക്കെ ചിരകി തേങ്ങാപ്പാൽ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ രാവിലെ അടുക്കളയ്ക്ക് വരുമ്പോഴത്തേനും എന്തോ ഒരു പ്രത്യേകത ഒരു ഇഷ്ടമാണെന്ന് പറയുക. കാരണം രാത്രി ആ ജോലികളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് കിടന്നു കഴിഞ്ഞാൽ രാവിലെ അടുക്കളയ്ക്ക് വരുമ്പോൾ എല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ പുറത്തേക്ക് വെച്ചാൽ മതി. പിന്നെ ഓരോന്ന് അങ്ങനെ കുക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചിരവയൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടു. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ചോറുണ്ണാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ.
അപ്പോൾ അവരെ ചോറിനലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനും ചോറിനാൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചോറ് എടുത്ത് അത്രയൊന്നും തന്നിട്ട് പോകണുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചോറ് ഞാൻ ബാക്കി വെച്ചു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് രാത്രിയായാൽ തീരെയും കഴിക്കാൻ വേണ്ടി വരില്ല കേട്ടോ. കുട്ടികളൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു, ബാക്കി വന്നു. കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്ത് തന്നെയാണ്. അപ്പോൾ ചോറ് ബാക്കിയായിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ പരിപാടിയും സെറ്റായി. രാവിലത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ഒരുപാട്, അതായത് സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പണികളും നമുക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ കൂടെ ഞാൻ കാണിക്കാൻ പോണത് നമ്മളെ എന്നത്തെ പോലെ രാവിലത്തെ വിശേഷങ്ങൾ തന്നെയാണ്. ഞാൻ ഈ കിച്ചണിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ പോയി കിടക്കാൻ വേണ്ടി പോവുകയാണ്. തത്തേൻ്റെ എഴുത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവളെന്തോ ചോറുണ്ടില്ല, വേറെ എന്തൊക്കെയോ കഴിച്ചിരുന്നു. ചോറ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കിച്ചുമോളൊക്കെ കിടക്കാൻ പോണതിന് മുന്നേ ഫ്രഷ് ആവല്ല, മുഖമൊക്കെ കഴുകി അങ്ങനെയുള്ള ഓരോ പരിപാടികളിലാണ്. പക്ഷെ ഇപ്പം തന്നെ കിടക്കൊന്നുമില്ല കേട്ടോ. കിടക്കാൻ നേരത്തെ ലൈറ്റൊക്കെ എല്ലായിടത്തും ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ അതത് റൂമിലേക്ക് പോകും. എന്നിട്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാനതങ്ങനെ എഡിറ്റ് ചെയ്ത് നോക്കും. പിന്നെ എന്തായാലും എഡിറ്റ് ചെയ്യാനുണ്ടാവും രാത്രി. അപ്പോൾ അതൊക്കെ ചെയ്യും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഉറങ്ങുള്ളൂ. എന്തായാലും ഒരു 10:30 10:45 ആവും. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും എന്താ പറയുക, ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മടക്കി വെക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ മക്കൾ അവർക്ക് എന്തെങ്കിലും അയൺ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെയാണ് കേട്ടോ രാത്രി ഉണ്ടാവുക. അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പരിപാടികളൊക്കെ നേരത്തെ കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വൈകുന്നേരത്തെ വിശേഷങ്ങൾ. ഞങ്ങളൊരു വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും രാവിലത്തെ വിശേഷങ്ങൾ മാത്രമല്ല വൈകുന്നേരത്തെ വിശേഷങ്ങളും കാണാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചത്. അപ്പോൾ ഇനി കാണിക്കാൻ പോണത് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇതാ രാവിലത്തെ വീഡിയോ നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഞാനൊരു 3 മണിയായപ്പോൾ ഒന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന് അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ ദോശമാവൊക്കെ ഒലിച്ച് പോയിട്ടുണ്ട്. അതാണ് ആദ്യം കണ്ട ഫസ്റ്റ് അവിടെ കുറച്ച് നിലത്ത് പോയത് കേട്ടോ. പിന്നെ ഞാൻ അപ്പം അവിടെ തുടയ്ക്കാനും നിന്നില്ല, താഴെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ട് പിന്നെ പോയി കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞത്, തലേ ദിവസം ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിലേക്ക് ഒരു തക്കാളി ഇട്ടു, അതേപോലെ ഒരു സവോളേൻ്റെ പകുതി ഇട്ട് കൊടുത്തു, 2 പച്ചമുളകും ഉള്ള മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. നമ്മളെ പൊടി ഇപ്പോൾ തീർന്നുണ്ട്, ഞാനത് മറന്നു പോയിട്ട് വാങ്ങാൻ. അപ്പോൾ കല്ലുപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കണക്കൊന്നും എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി കുറവാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ഞാൻ കുക്കർ. പിന്നെ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം, ദോശമാവിൻ്റെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഞാൻ ആ പാത്രം തന്നെ മാറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാവൊക്കെ ഒഴിച്ചു കൊടുത്തു. അധികം ദിവസം ഞാൻ മറക്കും മാവിൻ്റെ താഴെ പാത്രത്തിലൊരു പ്ലേറ്റ് വെക്കണം എന്നുള്ളത്. ഇങ്ങനെ നേരം വെളുക്കാൻ കാലത്തുനിന്ന് എണീറ്റ് വരലുണ്ട് കേട്ടോ. അങ്ങനെ വന്ന് അടുക്കളയ്ക്ക് നോക്കിയപ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ എന്നും മറന്നു പോകും. അങ്ങനെ കുറേ മാവ് അങ്ങനെ പോയി കേട്ടോ. പ്ലേറ്റിലേക്കാണ് ആവണമെങ്കിൽ നമുക്ക് തിരിച്ച് അതിലേക്ക് തന്നെ ഒഴിച്ചാൽ മതി. തറയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഫ്രിഡ്ജിലുള്ള തലേ ദിവസം നമ്മൾ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ അതാ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാണ് ഞാൻ കുറച്ച് തേങ്ങ എടുക്കുകയാണ്. എന്നിട്ട് നമ്മളെ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചല്ലോ, അതിലേക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ അതിന് കുറച്ച് തേങ്ങ എടുത്തു. അപ്പോൾ തണുത്തിരിക്കണോണ്ട് തന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലിന് എളുപ്പമായി, തേങ്ങയുടെ തണുപ്പൊന്ന് പോകാൻ എളുപ്പമാവുമല്ലോ. പിന്നെ അതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി പോണതെന്ന് ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കറുവത്തിയും അതുപോലെ തന്നെ ആ ചെറിയ ചേമ്പിൻ്റെ വിത്തുണ്ടല്ലോ, അതും കൂടെ ഒന്ന് വെറുതെ ആ രണ്ടും കൂടെ നമ്മൾ വെറുതെ കുക്കറിൽ പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മളതിലേക്ക് അരച്ചിട്ട് അരപ്പൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ നന്നായിട്ട് കറിക്ക് അരയ്ക്കുമ്പോഴല്ല കേട്ടോ. നമ്മൾ ഈ പടുകൂട്ടാൻ അല്ലെങ്കിൽ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് തേങ്ങ ഒന്നിങ്ങനെ ചതച്ചെടുക്കുമല്ലോ, അതേപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക എന്നൊക്കെ പറയില്ലേ. നല്ല അരയും വേണ്ട, ചെറുതായിട്ട്.
അപ്പോൾ എൻ്റെ മിക്സിയിൽ ഈ ചെറിയ ജാറിൻ്റെ അടപ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ അതിൻ്റെ തേങ്ങാപ്പാൽ കുറച്ചിങ്ങോട്ട് മിക്സിയിലേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു. അതിന് അടപ്പ് വേറെ ഉണ്ട്, പക്ഷേ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2 അടപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വാങ്ങിച്ച സമയത്ത് തന്നെ ചെറിയ ജാറിന് 2 അടപ്പുണ്ടായിരുന്നു. ഒന്നൊരു വൈറ്റാണ്, ഒന്ന് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് ഇനിയിപ്പോൾ മാറ്റി കൊടുക്കണം. ഇങ്ങനെ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് പുറത്തേക്ക് അതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു അടപ്പോട് കഴിഞ്ഞിട്ട് ഈ അടപ്പൊന്ന് മാറ്റി വേറെ അടപ്പുണ്ട്, അതന്നെ ഇട്ട് വെക്കണതിന്. അത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കട്ടെ കേട്ടോ. ഇങ്ങനെ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ചിലവർക്ക് തേങ്ങാപ്പാലൊക്കെ എടുത്ത് എന്താ പറയുക കറി ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര ഒരു പണിയായിട്ട് തോന്നും. പക്ഷെ അത് അത്ര വലിയ പണിയൊന്നുമല്ല. തേങ്ങ എടുത്തിട്ട് വേഗം മിക്സിയുടെ ജാറിലേക്ക് ഇടുക, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക, പെട്ടെന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചായ അരിപ്പയിലേക്ക് ഇട്ടിട്ട് പിഴിഞ്ഞെടുത്താൽ ആ പരിപാടി സെറ്റായി. തേങ്ങാപ്പാൽ എന്നൊക്കെ പറയുമ്പോൾ തേങ്ങയൊക്കെ ചിരകിയെടുത്ത് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഒരു കാര്യമുണ്ട്, തലേദിവസം ഇതുപോലെ നമ്മൾ തേങ്ങയൊക്കെ അങ്ങനെ ചിരകിയിട്ടൊക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലേ അങ്ങനെ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും, പണികളും പെട്ടെന്ന് ഇങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിഴിഞ്ഞ് വെക്കട്ടെ കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി അടുത്ത പരിപാടി, നമ്മളെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. അരി ഇടാനുള്ള വെള്ളമൊക്കെ അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി അരിയൊക്കെ നടന്നെടുക്കട്ടെ കേട്ടോ. ഞങ്ങൾ ഈ ഒരു നാഴിക്ക് നിറച്ചൊരു നാഴി എടുക്കും, പിന്നെ ഒരു കുറച്ചും കൂടെ എടുക്കും കേട്ടോ. പിന്നെ അധികം എടുക്കില്ല, കുറച്ചും കൂടെ. അങ്ങനെ അരിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പക്കറ്റ് താഴത്തേക്ക് തന്നെ എടുത്ത് വെക്കട്ടെ. നമ്മൾ അരി ഇടുന്ന ഒരു പാത്രം ഇതാണ് കേട്ടോ. ഞങ്ങൾ ഇനി അരി ഒന്ന് കഴുകട്ടെ കേട്ടോ. അരി ആദ്യം പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കും, പിന്നെ നമ്മൾ തിളച്ച വെള്ളം കുറച്ചെടുത്തിട്ട് അതിൽ കൂടെ വെള്ളം എടുത്തിട്ട് അങ്ങനെ അരി കഴുകും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അഴുക്കും ഒന്നും കൂടിയും എന്തെങ്കിലുമൊക്കെ അരിയിലുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെള്ളം തിളച്ചിരിക്കുകയാണല്ലോ, അതിനൊരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ കൂടെ ഒന്ന് അരി കഴുകുകയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത്, ഒരുപാട് പേര് കമൻറ്റൊക്കെ അറിയിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നല്ല നല്ല കമൻറ്റൊക്കെ വരുന്നുണ്ട്, ലൈക്ക്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്താ പറയുക, ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ചിലപ്പോൾ ഞാൻ വീഡിയോ നോക്കുമ്പോൾ കമൻറ്റ് കുറേ ഉണ്ടാവും, ലൈക്ക് അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ. മറന്നു പോകണതാണോ എന്താണെന്നറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഇനി അടുത്ത പരിപാടിയും കൂടെ നോക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ എന്താ പറയുക, അടുത്ത കൂട്ടാനിക്കുള്ളത് അരച്ച് വയ്ക്കട്ടെ. ഒരു കറി അല്ല, ഒരു കൂട്ടാൻ പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കാന്താരി മുളക് അന്ന് കൊണ്ടുവന്നില്ലായിരുന്നോ, അത് ചിലതൊക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കാന്താരി മുളക് എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയുള്ളിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളിയും പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി ചെറിയ ജീരകം ഉണ്ടല്ലോ, അതൊരു നുള്ളിൽ കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇതാക്കണം, ഒന്നിങ്ങനെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വറവിട്ടെടുക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് ഈ കുക്കറിൽ തന്നെ വേണം നമ്മൾ ആ കൂട്ടാനും കൂടി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ വേറൊരു പാത്രം ഉപയോഗിക്കണ്ടല്ലോ. എല്ലാം അതിൻ്റെ ഉൾവശം ഒന്ന് കഴിയിട്ട് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിലേ അങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ ഒന്ന് പൊട്ടിച്ചു. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. പിന്നെ ആ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗ്രീൻ പീസ് കറി വെക്കണതൊക്കെ. പിന്നെ മഞ്ഞൾപ്പൊടി ഒന്നും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇട്ട് കൊടുക്കാറില്ല. ഒരു തുള്ളി ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് വേവിച്ച നമ്മുടെ ഗ്രീൻ പീസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഈ സമയമാണെന്ന് ഉപ്പുണ്ടോ നോക്കിയിരുന്നു. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. കല്ലുപ്പായതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇട്ട് കഴിഞ്ഞാൽ കൂടുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചാണ് ആദ്യം ചേർത്തത്. ഇനി ഉപ്പുണ്ടോ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മുടെ നേരത്തെ എടുത്തിച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് കൊണ്ട് ഒഴിച്ച് വെച്ചാൽ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഒരു നുള്ള മല്ലിയിലയും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. അടിപൊളി. ഞാൻ തേങ്ങാപ്പാൽ ചേർത്തപ്പോൾ ഉപ്പ് കുറഞ്ഞോ എന്നറിയാൻ വേണ്ടി വീണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടൊന്നുമില്ല, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ദോശയ്ക്കല്ലേ കൂട്ടി കഴിക്കണം, ദോശയിൽ നമ്മൾ ഉപ്പിടുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ആ കുക്കറിൻ്റെ ഉൾവശം ഒന്ന് കഴുകിയിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ കറുവത്തേയും ചെറിയ ചേമ്പിൻ്റെതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് വെള്ളവും അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഒഴിച്ചു കൊടുക്കുകയാണ്. പച്ചമുളക് നമ്മൾ തേങ്ങ അരച്ച കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ടല്ലോ. അങ്ങനെ തേങ്ങേൻ്റെ കൂട്ടത്തിൽ അരച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കിത് കറി വേവിക്കണ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കൂട്ടാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ദോശമാവിലൊക്കെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഞാനൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇനിയും ഒരാൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവൾക്കുള്ളത് ഉണ്ടാക്കി കൊടുക്കട്ടെ. കിച്ചുമോൾക്ക് ഇപ്പോൾ കഴിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുള്ളൂ. ദോശ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കലുള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ചുട്ട് വെക്കലൊന്നുമില്ല. 1-2 ചുട്ട് അങ്ങനെ വെക്കും. വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിക്കും. പിന്നെ എന്താണെന്നറിയോ, ഒരുമിച്ച് അങ്ങോട്ട് ഉണ്ടാക്കുമ്പോഴേക്കും തോന്നുക ഒരു പണി കഴിഞ്ഞു കിട്ടും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ദോശയൊക്കെ ചൂടോടെ അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത്.
ഒന്ന് കഴിക്കേണ്ട അടുത്ത് നമ്മൾ രണ്ടെണ്ണമൊക്കെ കഴിച്ചു പോകും ചൂടോടെ. അപ്പോൾ കുറച്ച് ദോശക്കട ഉണ്ടാക്കി വെച്ചു ഒരാൾക്ക് കഴിക്കാനുള്ളത്. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉണക്കമുളകൊക്കെ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി നോക്കാമല്ലോ. ഒന്ന് ചൂടാറിയിട്ട് പിന്നെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മുളക് അങ്ങനെ എണ്ണയിൽ ചൂടാക്കിയതാണ് മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ പറയുക അരച്ച് വെച്ചതിൻ്റെ ആ അരപ്പൊന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടുവും കരിവേപ്പിൻ്റെലൊക്കെ ഇട്ട് വറവിടാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. പിന്നെ കുറച്ച് പച്ച കറിവേപ്പിൻ്റെലും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കണില്ല. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി എന്താ നമ്മുടെ ഉണക്കമുളകൊക്കെ നന്നായിട്ട് എന്താ പറയുക ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയുള്ളിയും ഉപ്പും ഇട്ടിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുകയാണ്. പിന്നെ ഒന്ന് അരച്ചതിന് ശേഷം മാത്രമാണ് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് തേങ്ങ ഒന്നും കൂടെ അരച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കണില്ല, വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി അവിടെ സെറ്റാവും. ഈ ഒരു ഉണക്കമുളക് ഇട്ടിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ചോറിക്ക് അങ്ങനെ. അപ്പോൾ ചമ്മന്തി അവിടെ സെറ്റായി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടു. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചോറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതാ കിച്ചുമോൾക്ക് ദോശയ്ക്ക് ആയി എന്ന് പറഞ്ഞപ്പോൾ അവൾക്കുള്ള ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് എന്താണെന്നറിയില്ല, തത്ത പറയേണ്ട അവൾക്ക് ദോശ വേണമെന്നാണ് പറയണത് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഇനി സാധാരണ ഞാനങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ ദോശയൊന്നും രാവിലത്തെ ചായയും കടിയൊന്നും ഇതുവരെ സ്കൂളിലേക്ക് ഉച്ചയ്ക്ക് അങ്ങനെ കൊടുത്തു വിടുന്നില്ല. കാരണം രാവിലെ വീട്ടിൽ നിന്ന് അത് തന്നെയാണല്ലോ അവർ കഴിച്ചു പോകണം. പിന്നെ ഉച്ചയ്ക്ക് അത് കൊടുത്തു വിട്ടാൽ വയറ് നിറയുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇന്ന് അവൾ പറയുന്നുണ്ട് വേണമെന്നൊക്കെ. ചിലരൊക്കെ മക്കൾ പറയണേക്കുന്ന ഇങ്ങനെ കൂട്ടുകാർ ആരെങ്കിലും അവരിത് കൊണ്ടുവന്നു രാവിലത്തെ ഭക്ഷണം അങ്ങനത്തെ കൊണ്ടുവന്നൊക്കെ പറയണ കേൾക്കാമെന്നല്ല. ഞാനിതുവരെ അങ്ങനെ കൊടുത്തു വിട്ടിട്ടില്ല കേട്ടോ. എപ്പോഴും ഒരു പിടി ചോറ് തന്നെയാണ് ഉച്ചയ്ക്ക് കൊടുത്തു വിടൽ. അതിപ്പോൾ വേവിക്കാനൊന്നും വലിയ സമയമില്ലല്ലോ എന്ന് വിചാരിച്ചു. കറികളൊന്നും ചിലപ്പോൾ ഒരുപാടില്ലെങ്കിലും ഒരു കറി ആണെങ്കിൽ പോലും ചോറ് തന്നെയാണ് ഉച്ചയ്ക്ക് കൊടുത്തു വിടൽ. അതിൻ്റെ ഇടയിൽ ഇതാ കിച്ചുമോൾ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുകയാണ് കേട്ടോ. 2 ദോശയും കുറച്ച് കറിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവൾ കാണിച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ തത്തയ്ക്കുള്ള ദോശ ഞാൻ പാത്രത്തിലാക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കറി ഇങ്ങനെ ദോശേൻ്റെ ഇടയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കറി ഒരു പാത്രത്തിലും കൂടെ ആക്കിയിട്ട് കൊടുത്തേക്കാൻ വിചാരിച്ചു. അവൾ 2 ദോശ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ 2 എണ്ണമൊക്കെ കഴിച്ചാൽ എന്താകുക. ഇതാണെങ്കിലോ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണം. അപ്പോൾ 2 എണ്ണം കഴിച്ചാൽ വയറ് നിറയും തോന്നണില്ല. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. അല്ലെങ്കിലേ തത്തയ്ക്ക് വല്ലാതെ ഫുഡൊന്നും കഴിക്കാൻ വേണ്ട കേട്ടോ. കുറച്ചേ കഴിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു അതിലേറെ കഴിക്കും കിച്ചുമോൾ. തത്തയ്ക്ക് തീരെ കഴിക്കാൻ വേണ്ട. അപ്പോൾ എന്തായാലും 3 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം, ദൈവം ഈ ദോശയൊക്കെ തിന്നാൽ ഉച്ചയ്ക്ക് വയറ് നിറയോ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ. ഉച്ചയ്ക്ക് എപ്പോഴും ചോറ് കൊടുത്തയക്കുന്നതോടാണ് എനിക്കൊരു താല്പര്യമുള്ളത് കേട്ടോ. എന്താണെന്നറിയില്ല, ചോറ് കൊടുത്ത് വിടുകയാണെങ്കിൽ അതൊരു ഇഷ്ടം തോന്നും. ഇന്നിനിപ്പോൾ എന്താണ് സ്കൂളിട്ട് വരുമ്പോൾ എന്നറിയില്ല, നല്ല വിശപ്പാകുമോ എന്നുള്ള അറിയില്ല. അപ്പോൾ ഏതായാലും കിച്ചുമോൾക്ക് ഞാൻ ചോറും കൂട്ടാനും അതുപോലെ ചമ്മന്തി മതി എന്ന് പറഞ്ഞവൾ പിന്നെ ദോശേൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം മക്കൾ കഴിച്ചു പോകണത് അത് തന്നെയാണല്ലോ. ദോശ തന്നെ കഴിച്ചു പോകുക, പിന്നെ ഉച്ചയ്ക്ക് ഇതന്നെ കഴിക്കുക എന്നൊക്കെ പറയുമ്പോഴേ. അപ്പോൾ എന്തായാലും അവൾ പറഞ്ഞിട്ടാണ് എന്തായാലും ഞാൻ ആക്കിയത്. ഇനി വരും പറയാം എന്താന്നൊക്കെ. അപ്പോൾ അവരതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. മോളെ തത്തയോട് ദോശയായിട്ടൊരു ചമ്മന്തി
അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതാ കിച്ചുമോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.